വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഇറ്റാലിയൻ റെസിപ്പിയായ പാസ്ത ഇൻ വൈറ്റ് സോസ്. ഇതെങ്ങനെ വളരെ ഈസിയായി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 4 കപ്പ് വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഈ പാസ്ത ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഈ പാസ്തയിലേക്കുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് 1 ടേബിൾ സ്പൂൺ. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോപ്പ് ചെയ്ത കാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം 1/4 കപ്പ്, സ്വീറ്റ് കോൺ 1/4 കപ്പ് എന്നിവ ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ ഈ ബട്ടറിൽ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്കായി 1.5 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ പകുതി ആദ്യം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ച് കട്ട കെട്ടാതെ മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള മിൽക്കും കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇവിടെ മൈദ ബട്ടറിൽ കടന്ന് നല്ലൊരു സോസ് പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനിയിപ്പോൾ ഈ പാസ്ത ഒന്നും കൂടി സ്പൈസി ആക്കണമെങ്കിൽ കുറച്ചും കൂടി ക്രഷ് ചെയ്ത കുരുമുളകും അതുപോലെ ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വറ്റൽമുളക് ചതച്ചതാണ്. ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചും കൂടി അളവ് കൂട്ടി ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയും കൂടിയാണ് ഇത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.